ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ന്യൂസ് പേപ്പർ ഇന്നത്തെ ന്യൂസ് പേപ്പർ തന്നെയാണ്. പിന്നെ നമുക്ക് ഇന്നത്തെ ന്യൂസ് പേപ്പർ ഡിസ്കസ് ചെയ്യാനുണ്ട്. ആദ്യത്തെ ന്യൂസ് പേപ്പറിലേക്ക് പോകുമ്പോൾ ഒരു വലിയ ന്യൂസ് എന്ന് പറയുന്നത് കേജ്രിവാൾ വാക്സ് ഔട്ട് ഓഫ് ജയിൽ ആസ് SC ഗ്രാൻഡ്സ് ഇന്ററിം ബെയിൽ എന്ന് പറയുന്ന ന്യൂസാണ്. അപ്പൊ കേജ്രിവാളിനും പൊതുവെ BJPക്ക് എതിരെ പൊരുതുന്ന ഇന്ത്യ സഖ്യത്തിനൊക്കെ ഒരു ഊർജ്ജം കൊടുക്കുന്ന ഒരു ന്യൂസ് ആണ് എന്ന് പറയുന്നത്. അപ്പം കേജ്രിവാള് ജയിലിൽ പോയത് എന്തിനാണെന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഡൽഹി എക്സൈസ് പോളിസി കേസിലാണ്. അതായത് ഡൽഹിയിൽ ഈ മദ്യം വിൽക്കാനുള്ള അവകാശം ഗവൺമെന്റിന്റെ തന്നെ ഏജൻസീസിനായിരുന്നു. അത് പ്രൈവറ്റ് ഏജൻസീസിന് മാറ്റിക്കൊടുത്തു ഇടയ്ക്ക് വെച്ച്. അതിൽ അഴിമതി നടന്നുവെന്ന് ED കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കേജ്രിവാളിന്റെ കൂടെ ഉണ്ടായിരുന്ന മനീഷ് സിസോദിയ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ മനീഷ് സിസോദിയ ജയിലിലായിട്ട് ഒരുപാട് കാലം 2 വർഷത്തോളമായി ഇതുവരെയും ജാമ്യം കിട്ടിയിട്ടില്ല. പക്ഷെ കേജ്രിവാളിന്റെ അവസാനം ജാമ്യം കൊടുത്തു. പക്ഷെ കേജ്രിവാളിന്റെ ജാമ്യം കൊടുത്തപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവരെല്ലാവരും അകത്ത് പോയത് PMLA എന്ന് പറയുന്ന കേസിലാണ്. PMLA എന്ന് പറയുന്ന ഒരു ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ്. PMLA, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്. ഈ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര പവർഫുൾ ആണ്. 2020 ഒരു അമെന്റ്മെന്റ് വന്നു, അതിനുശേഷമാണ്. അതുവരെ അത്ര പവർഫുൾ ഒന്നും അല്ലായിരുന്നു. അതാണ് ED ഇത്രയും പവർഫുൾ ആക്കി മാറ്റുന്നത്, ഈ PMLA പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിലെ അമെന്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ജാമ്യം കിട്ടാൻ പോലും ഭയങ്കര പാടാണ് ആദ്യം കുറെ കാലം. അതുകൊണ്ട് ഈ കേജ്രിവാൾ വളരെ ബുദ്ധിപൂർവ്വം ചെയ്ത് അങ്ങനെ ജാമ്യത്തിന് അപ്ലൈ ചെയ്തില്ല. ജാമ്യത്തിന് അപ്ലൈ ചെയ്യാതെ അയാളുടെ അറസ്റ്റിന്റെ വാലിഡിറ്റി, അറസ്റ്റ് തെറ്റാണ് എന്നുള്ള രീതിയിലാണ് അവർ കോടതിയിൽ പിന്നീട് അദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റ്സ് കോടതിയുടെ മുന്നിൽ കാര്യങ്ങൾ പ്രസന്റ് ചെയ്തു. പക്ഷേ ആ അറസ്റ്റ് തെറ്റാണെന്നൊന്നും പറഞ്ഞിട്ടൊന്നും അല്ല ഇപ്പൊ കോടതി ഇപ്പൊ ജാമ്യം കൊടുത്തത്. കോടതി സ്വമേധയാ ഇലക്ഷൻ പ്രചരണം നടത്താൻ വേണ്ടി June 1 വരെ, June 1 ഇന്ത്യയിൽ ഇലക്ഷൻ കഴിയും. പിന്നെ June 3 4 കണ്ടല്ലേ കൗണ്ടിങ് നടക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അവർ ജാമ്യം കൊടുത്തത്. June 2 തിരിച്ച് ജയിലിൽ പോകേണ്ടി വരും, വേറെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഡൽഹി ചീഫ് മിനിസ്റ്റർ എന്ന നിലയിൽ അവിടുത്തെ സെക്രട്ടേറിയറ്റിൽ പോകാൻ പറ്റില്ല, അവിടുത്തെ ഒരു ഫയലിലും സൈൻ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ കുറെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസിന്റെ ബേസിലാണ് ഈ ജാമ്യം കൊടുത്തേക്കുന്നത്. പക്ഷേ PMLA കേസിൽ അകത്താവുന്ന ഒരു വ്യക്തിക്ക് ഇത്തരത്തിൽ ജാമ്യം കൊടുക്കുന്നത് ആദ്യമായിട്ടാണ്. ഈ സിസോദിയ പോലുള്ള മറ്റ് പലർക്കും ജാമ്യം കിട്ടിയിട്ടില്ല. PMLA കേസിലകത്ത് കിടക്കുന്ന രാഷ്ട്രീയക്കാരല്ലാത്ത ബിസിനസ്മാൻമാർ ഒത്തിരി ആൾക്കാരുണ്ട്, അവർക്ക് ആർക്കും ഇതൊരിക്കലും ജാമ്യം കിട്ടിയിട്ടില്ല. ഇതൊരു സ്പെഷ്യൽ കേസ് ആയിട്ടാണ് ഇവർ കൊടുത്തേക്കുന്നത്. ഓക്കെ, പിന്നീട് അവിടെ തന്നെ വേറൊരു ന്യൂസ് ഇതുപോലെ ഉണ്ട്. ബ്രിജ്ഭൂഷൺ ടു ബി ട്രൈഡ് ഫോർ സെക്ഷൽ ഹരാസ്മെന്റ്. ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് ഒരു സമയത്ത് നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ വിവാദമായിട്ട് കേട്ട പേരാണ് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന്റെ. അതിന്റെ കാര്യം വേറെ ഒന്നുമല്ല, WFI റസലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നു. എഴുതിയല്ലേ, ആയിരുന്നു. ഇപ്പം അയാൾ റിസൈൻ ചെയ്തു. മുമ്പ് ആയിരുന്നു റസലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഇന്ത്യയിലെ ഒരുപാട് റസലിംഗ് താരങ്ങളെ, ഫീമെയിൽ ആയിട്ടുള്ള റസലിംഗ് താരങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ചു, മാനസികമായി പീഡിപ്പിച്ചു എന്നൊക്കെയാണ് അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ എന്ന് പറയുന്നത്. അത് സാക്ഷി മാലിക്, ബജ്രംഗ് പൂനിയ, വിനേഷ് ഫോഗട്ട് പോലുള്ള ഇന്ത്യയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റെസ്ലേഴ്സ്. അതിന്റെ പേരിൽ ജന്തർ മന്ദർ, ഡൽഹിയിലെ ജന്തർ മന്ദറിൽ അവർ ഇതൊക്കെ നടത്തി, സിറ്റ് ഇൻ പ്രൊട്ടസ്റ്റ് ഒക്കെ നടത്തി, നിരാഹാര സത്യാഗ്രഹം ഒക്കെ നടത്തിയായിരുന്നു. അപ്പം എന്തായാലും അവസാനം അയാൾക്ക് റിസൈൻ ചെയ്യേണ്ടി വന്നു WFI എന്ന്. ഇപ്പോ കോടതി പുള്ളിക്കെതിരെ റേപ്പ് ചാർജസ് ഫയൽ ചെയ്യണം, സെക്ഷൽ ഹരാസ്മെന്റ് ഫയൽ ചെയ്യണം എന്ന് ഡൽഹി കോർട്ട് വിധിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു ന്യൂസ് അവിടെ കാണാം. പിന്നെ NCWTEC ലുക്ക് ഇൻ ടു അലിഗേഷൻസ് ഇൻ സന്ദേശ് ഖാലി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. സന്ദേശ് ഖാലി എന്നത് വെസ്റ്റ് ബംഗാളിലെ ഒരു സ്ഥലമാണ്. വെസ്റ്റ് ബംഗാളിലെ പൊളിറ്റിക്കൽ നറേറ്റീവിനെ തന്നെ മാറ്റിമറിച്ച ഒരു സംഗതിയായിരുന്നു സന്ദേശ് ഖാലി. സന്ദേശ് ഖാലിയിലെ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ അവിടുത്തെ റൂളിംഗ് പാർട്ടി, നമുക്ക് എല്ലാവർക്കും അറിയാം, മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ആണ് വെസ്റ്റ് ബംഗാൾ ഭരിക്കുന്നത്. ആ തൃണമൂൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് ആയിട്ടുള്ള MLA ഒരു ഷാജഹാൻ ഷെയ്ഖ് അവിടുത്തെ സ്ത്രീകളെയൊക്കെ സെക്ഷലി ഇതുപോലെ ഹരാസ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമായ അത് BJP അത് വെച്ച് ഉറപ്പായിട്ട് അവർ മുതലെടുക്കുമല്ലോ. അപ്പൊ അവിടെ രാഷ്ട്രീയത്തിന്റെ ഒരു പിക്ചർ മാറ്റുന്ന രീതിയിൽ അത് മാറി. അപ്പൊ എന്തായാലും NCW ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് എഴുതിയിരിക്കുകയാണ് അതിന്റെ ആ അലിഗേഷൻസിനെ കുറിച്ച് അന്വേഷിക്കണം. NCW എന്താണ്? നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ. ഇന്ത്യയിലെ സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നാഷണൽ കമ്മീഷനാണ് NCW, നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ എന്ന് പറയുന്നത്. NCWയുടെ ചീഫ് എന്ന് പറയുന്നത് രേഖ ശർമ്മയാണ്. രേഖ ശർമ്മ. NCW മാത്രമല്ല, ഇന്ത്യയിലെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി വേറെ സംഭവങ്ങളുണ്ട് ഓരോരോ മേഖലയിലും. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഉണ്ട്, NCSC, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്. ഇറസ്പെക്റ്റീവ് ഓഫ് മെയിൽ ഓർ ഫീമെയിൽ, ഇഫ് എ പേഴ്സൺ ബിലോങ് ടു ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മ്യൂണിറ്റി, then he will be protected from atrocities by this NCSC, National Commission for Scheduled Caste. ഇനി NCST ഉണ്ട്, National Commission for Scheduled Tribe. ഇനി NCM ഉണ്ട്, National Commission for Minorities. ഇനി NCBC ഉണ്ട്, National Commission for Backward Classes. ഇനി NCPCR ഉണ്ട്, National Commission for Protection of Child Rights. അപ്പൊ കണ്ടോ എത്രയാണ്? NCW ഇനിയും കാണും. പിന്നെ ഇതുണ്ടല്ലോ NHRC, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ഇതെല്ലാം പഠിച്ചു വെച്ചേക്കണം. NCSC,
NCW, NCST, NCM, NCBC, NCPCR, NHRC, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഒക്കെ. ഈ NCM എന്ന് പറയുന്നത് മൈനോറിറ്റീസിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. NCBC OBCസിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, NCPCR കുട്ടികൾക്ക് വേണ്ടി, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, മറ്റത് ഹ്യൂമൻ റൈറ്റ്സിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ നമ്മൾ പഠിക്കേണ്ട മറ്റൊരു ന്യൂസ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് സ്ലോസ് ടു 4.9% ഇൻ മാർച്ച് എന്ന് പറയുന്ന ന്യൂസ് ആണ്. അപ്പോ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇന്ത്യയുടെ IIP എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. IIP, ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. ഇതാണ് ഇന്ത്യയുടെ മൊത്തം ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഗ്രോത്ത് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇൻഡെക്സ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. IIP, ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. ഇന്ത്യയുടെ മൊത്തം ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഗ്രോത്ത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇൻഡെക്സ് ആണ് IIP, ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന NSO ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണെന്ന് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു ഇത് ഈ NSO ഈ ഒരു ഫിഗർ റിലീസ് ചെയ്യുന്നത് മെയ് 10-നാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. മെയ് 10. അപ്പൊ ഇന്നിപ്പോ മെയ് 11 അല്ലേ? അപ്പൊ ഇന്നലെ 10 റിലീസ് ചെയ്താലേ ഇന്നത്തെ പത്രത്തിൽ വരുന്നത്. അതാണ് ന്യൂസ്. അപ്പൊ 4.9% ആയിട്ട് ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് റേറ്റ് കുറഞ്ഞതാണ്. അത് മാർച്ചിൽ 5.6 ആയിരുന്നു. അതുകൊണ്ടാണ് 4.9% ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് അത് കുറഞ്ഞു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് റേറ്റ് കുറച്ച് കുറഞ്ഞിരിക്കുകയാണ് മാർച്ചിൽ. അപ്പോ ഫെബ്രുവരിയിൽ 5.6% ആയിരുന്നു. അപ്പൊ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഇന്ത്യയുടെ ഗവൺമെന്റിന്റെ ഇൻഡെക്സ് ആണ് IIP, ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന NSO, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണ്. ഇതുപോലെ ഞാൻ നിങ്ങളുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് കോർ സെക്ടർ ഇൻഡസ്ട്രീസിന്റെ ഗ്രോത്ത് റേറ്റ്. കോർ സെക്ടർ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഈ IIPയുടെ 40%, ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ മൊത്തം ഗ്രോത്ത് കാൽക്കുലേറ്റ് ചെയ്യാനാണല്ലോ IIP, ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. അതിന്റെ 40% കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കോർ സെക്ടേഴ്സ് ആണ്. അന്ന് ഞാൻ നിങ്ങളുടെ പറഞ്ഞായിരുന്നു കോർ സെക്ടേഴ്സ് എന്ന് പറയുന്നത് സ്റ്റീലും, സിമെന്റും, ഇലക്ട്രിസിറ്റിയും, കോളും, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസും, ഫെർട്ടിലൈസേഴ്സും, റിഫൈനറി പ്രൊഡക്ട്സും ആണെന്ന്. സ്റ്റീൽ, സിമെന്റ്, ഇലക്ട്രിസിറ്റി, കോൾ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് റിഫൈനറി പ്രൊഡക്ട്സ്. സോ 8 സെക്ടേഴ്സ് ആർ നോൺ ആസ് കോർ സെക്ടേഴ്സ്. അപ്പൊ അത് പറഞ്ഞിരിക്കണം. ഇതെല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞ ഓർത്തൊക്കെ എളുപ്പമായിരിക്കും. അതുപോലെ നമുക്ക് ഉള്ള വേറൊന്നാണ് പിന്നീട് ഇതാണ് മെയിൻലി ഗവൺമെന്റിന്റെ ഡേറ്റാസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഓക്കെ, പിന്നെ പിന്നെ ഇതിനോട് പ്രൈവറ്റ് കൂടെ പറഞ്ഞേക്കാം. PMI പറഞ്ഞേക്കാം, പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്. ഇത് പ്രൈവറ്റ് ആണ്. ആക്ച്വലി ചില പ്രൈവറ്റ് ഏജൻസീസ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന PMI, പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്. ഇതും IIP പോലെ തന്നെയാണ്. ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഗ്രോത്ത് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അത് ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറയുമ്പോൾ മാനുഫാക്ചറിംഗ് സെക്ടറിന്റെയും കാൽക്കുലേറ്റ് ചെയ്യും, മാനുഫാക്ചറിംഗും കാൽക്കുലേറ്റ് ചെയ്യും. പിന്നെ സർവീസ് സെക്ടറും ഉണ്ടല്ലോ, സർവീസ്, ആ സെക്ടറിനെയും കാൽക്കുലേറ്റ് ചെയ്യും. ഇത് രണ്ടിനും വേണ്ടിയിട്ട് രണ്ടും സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് പ്രൈവറ്റ് ഇൻഡെക്സ് ആണ് PMI, പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്. HSBCD, മൂഡീസിന്റെ ഒക്കെയാണ്. ഇത് എഴുതണ്ട. PMI എന്താണെന്ന് പറഞ്ഞാൽ പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്. ഓക്കെ, പിന്നെ ഇവിടെ താഴോട്ട് വരുമ്പം ഹരിയാന ഗവൺമെന്റ് കോൾസ് ക്യാബിനറ്റ് മീറ്റ് ആസ് കോൺഗ്രസ് റൈറ്റ്സ് ടു ഗവർണർ എന്ന് പറയുന്നൊരു ന്യൂസ് കാണാം. അത് സംഭവം എന്താണെന്ന് ചോദിച്ചാല് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഞാൻ പറഞ്ഞു തന്നെയാണ്. ഹരിയാന എന്ന് പറയുന്ന സ്റ്റേറ്റ്, ഇറ്റ് ഈസ് എ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്. യു ഓൾ നോ ദാറ്റ്. പഞ്ചാബ് എന്ന് പറയുന്ന ഇന്ത്യൻ സ്റ്റേറ്റിനെ സ്പ്ലിറ്റ് ചെയ്ത് ഉണ്ടായ ഭാഷാടിസ്ഥാനത്തിൽ ലിംഗ്വിസ്റ്റിക് ബേസിസിൽ സ്റ്റേറ്റുകളെ ഫോം ചെയ്തപ്പോ പഞ്ചാബി ഭാഷ സംസാരിക്കുന്ന ആൾക്കാർക്ക് പഞ്ചാബ് കൊടുത്തിട്ട് ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാർക്ക് കൊടുത്ത സെപ്പറേറ്റ് സ്റ്റേറ്റ് ആണ് ഹരിയാന എന്ന് പറയുന്നത്. ഈ ഹരിയാനയിൽ കഴിഞ്ഞ 10 years ആയിട്ട് BJP ഗവൺമെന്റ് ആണ്. ആദ്യം ഒരുപാട് കാലം ഭരിച്ചിരുന്ന മനോഹർ ലാൽ ഖട്ടർ എന്ന് പറയുന്ന BJP ലീഡർ ആയിരുന്നു. ഇപ്പൊ അത് നയാബ് സിംഗ് സൈനി ആണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. നയാബ് സിംഗ് സൈനി അവിടുത്തെ ചീഫ് മിനിസ്റ്റർ നയാബ് സിംഗ് സൈനി. പക്ഷേ കഴിഞ്ഞ അവർക്ക് പക്ഷെ റിക്വസിറ്റ് നമ്പർ ഇല്ലായിരുന്നു ഗവൺമെന്റ് ഫോം ചെയ്യാനുള്ള, ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഇല്ലാതിരുന്നുകൊണ്ട് ഒരു കോalition പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു. അവരിൽ പലരും ഇപ്പം ആ ഗവൺമെന്റിനുള്ള സപ്പോർട്ട് പിൻവലിച്ചു. സോ ദ ഗവൺമെന്റ് ബിക്കെയിം എ മൈനോറിറ്റി ഗവൺമെന്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ റിസൈൻ ചെയ്യണം എന്നൊക്കെയാണ് ഒപ്പോസിഷൻ ആവശ്യപ്പെടുന്നത്. അതാണ് അവിടുത്തെ പൊളിറ്റിക്കൽ ക്രൈസിസ് എന്ന് പറയുന്നത്. അതിലൊരു ഡിസിഷൻ എടുക്കേണ്ടത് ഹരിയാനയുടെ ഗവർണറാണ്. ഹരിയാനയുടെ ഗവർണറിന്റെ പേര് കൂടെ പഠിച്ചു വെച്ചേക്കണം, കാര്യം ഇപ്പൊ അങ്ങേരാണ് ശ്രദ്ധാകേന്ദ്രം. അതുകൊണ്ട് ബന്ദാരു ദത്താത്രേയ എന്നാണ് പേര്. ബന്ദാരു ദത്താത്രേയ ഇസ് ദ ഗവർണർ ഓഫ് ഹരിയാന. ഹരിയാനയുടെ പഞ്ചാബിന്റെയും ക്യാപിറ്റൽ കോമൺ ക്യാപിറ്റൽ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. പഞ്ചാബിനും ഹരിയാനയ്ക്കും കോമൺ ക്യാപിറ്റൽ, ഇന്ത്യയിൽ അങ്ങനെ കോമൺ ക്യാപിറ്റൽ ഇത് മാത്രമേ ഉള്ളൂ, ചണ്ഡീഗഡ്. പഞ്ചാബിന്റെയും ഹരിയാനയുടെയും കോമൺ ക്യാപിറ്റൽ. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ അവിടെ ഒന്നും നമുക്ക് പറയാനില്ല. ഫുള്ളി പൊളിറ്റിക്കൽ ന്യൂസുകളാണ്. ഫുൾ ഞാൻ രാവിലെ നോക്കിയതാണ്.
നെക്സ്റ്റ് പേജ് നോക്കുമ്പോഴും ഇതേപോലെ തന്നെയാണ്, പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, ഫുൾ പൊളിറ്റിക്കൽ ന്യൂസുകളാണ്. അതിൻ്റെ അടുത്ത പേജിൽ നോക്കട്ടെ, ഒരു സെക്കൻഡേ. ഇതിൻ്റെ ഇടയിൽ ആക്ച്വലി ഒരു എഡിറ്റോറിയൽ പേജ് വരുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ന്യൂസ് പേപ്പർ ഇതിൽ ലോഡ് ചെയ്ത സമയത്ത് ആ എഡിറ്റോറിയൽ പേജ് മിസ്സായി പോയതാണ് എന്നാ തോന്നുന്നത്. അപ്പോൾ എഡിറ്റോറിയൽ പേജ് ഞാൻ ഇന്നത്തെ എഡിറ്റോറിയൽ എന്തൊക്കെയാണെന്ന് പറയാം. നിങ്ങളുടെ കയ്യിലുള്ള ന്യൂസ് പേപ്പറിൽ നോക്കിക്കൊണ്ടാൽ മതി. ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്, 1 സെക്കൻഡ്, ആ എഡിറ്റോറിയൽ പേജ് ഇപ്പോൾ ഇവിടെ കാണാത്തത് ഈ ന്യൂസ് പേപ്പർ ഇതിലേക്ക് ലോഡ് ചെയ്ത സമയത്ത് ആ പേജ് എങ്ങനെയോ മിസ്സായതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ആ എഡിറ്റോറിയൽ നോക്കണം. അപ്പോൾ എഡിറ്റോറിയലിന്റെ ഫസ്റ്റ് എഡിറ്റോറിയൽ എന്തായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. കേജ്രിവാളിന്റെ വോട്ടിംഗ് ഫോർ റിലീഫ് എന്ന് പറയുന്ന ഫസ്റ്റ് എഡിറ്റോറിയലാണ്. വോട്ടിംഗ് ഫോർ റിലീഫ്, അത് അരവിന്ദ് കേജ്രിവാളിന് കൊടുത്ത ജാമ്യത്തെ കുറിച്ചാണ് ആ എഡിറ്റോറിയലിൽ സംസാരിക്കുന്നത്. ആ എഡിറ്റോറിയലിൽ അങ്ങനെ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാനില്ല. ഞാൻ നിങ്ങളുടെ പറഞ്ഞു, ഇലക്ഷന് തൊട്ടു മുമ്പായിട്ടാണ് കേജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഏതാണ്ട് 50 ദിവസത്തോളം കേജ്രിവാൾ ജയിലിൽ കിടന്ന കേജ്രിവാളാണോ, ജയിലിന് പുറത്തു വരുന്ന കേജ്രിവാളാണോ BJPയെ സംബന്ധിച്ച് കൂടുതൽ അപകടകരം എന്നുള്ളത്, കൂടുതൽ ഡേഞ്ചറസ് എന്നുള്ളത് കമ്മിങ് ഡേയ്സ് പ്രൂവ് ചെയ്യും. ജൂൺ 4 ഇലക്ഷന്റെ റിസൾട്ട് വരുമ്പോൾ അതിനൊക്കെയുള്ള ആൻസർ നമുക്ക് കിട്ടും. അപ്പൊ പുള്ളിയുടെ ശക്തി കേന്ദ്രങ്ങളായ ഡൽഹി, അതുപോലെ പഞ്ചാബ്, ഈ രണ്ട് സ്ഥലങ്ങളാണ് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന ഇന്ത്യയിലെ പാർട്ടിക്ക് ചീഫ് മിനിസ്റ്റേഴ്സ് ഉള്ളത്. ഡൽഹിക്ക് കേജ്രിവാൾ തന്നെയാണ് ചീഫ് മിനിസ്റ്റർ. പഞ്ചാബിന് കേജ്രിവാളിന്റെ പാർട്ടിയായ ആം ആദ്മി പാർട്ടിയുടെ ലീഡർ ആയ ഭഗവത് മൻ ആണ് അവിടുത്തെ ചീഫ് മിനിസ്റ്റർ. നിങ്ങൾക്ക് അറിയായതല്ല, ഞാൻ തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് അറിയാം. ഭഗവത് ഇങ്ങനെയാണെന്ന് തോന്നുന്നു സ്പെല്ലിംഗ്, ഭഗവന്ത് എന്നാണെന്ന്, ഭഗവത് മൻ എന്നങ്ങനെയാണ് അയാളുടെ പേര്. അപ്പൊ ഈ 2 സ്റ്റേറ്റുകളിലാണ് പിന്നീട് അവരുടെ ചീഫ് മിനിസ്റ്റേഴ്സ് ഉള്ളത്. ഈ 2 സ്റ്റേറ്റുകളിൽ ഇനി ഇലക്ഷൻ നടക്കാൻ പോകുന്നതേ ഉള്ളൂ. ഡൽഹി ഇസ് നോട്ട് എ സ്റ്റേറ്റ്, ഇറ്റ്സ് എ യൂണിയൻ ടെറിട്ടറി. പക്ഷെ അവിടെ ചീഫ് മിനിസ്റ്റർ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞതാണ്. അപ്പൊ എന്തായാലും ഈ രണ്ടിടത്തും കൂടെ ചേർത്ത് 20 ലോക്സഭാ സീറ്റ്സ് ഉണ്ട്. അവിടെ ഇലക്ഷൻ നടക്കാൻ പോകുന്നേ ഉള്ളൂ. ഒരു പക്ഷേ ഈ കേജ്രിവാളിന്റെ ഈ ജയിലിന് വെളിയിലേക്കുള്ള ഈ വരവൊക്കെ ഒരു പക്ഷേ അവിടെ കൂടുതൽ അവർക്ക് ഗുണം ചെയ്തേക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പിന്നീട് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട്, PMLA ആക്ടിന്റെ അണ്ടറിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ജാമ്യം കിട്ടാനുള്ള സാധ്യത കുറവാണ്. ജാമ്യത്തിന് വേണ്ടി അപ്ലൈ ചെയ്തത്. അപ്പം ഒരു സ്പെഷ്യൽ കേസായിട്ട് കൺസിഡർ ചെയ്ത് സുപ്രീം കോടതി ജാമ്യമൊന്നും അപ്ലൈ ചെയ്തില്ല കേജ്രിവാള്. അയാളുടെ അറസ്റ്റ് ഇല്ലീഗൽ ആണെന്നുള്ള രീതിയിലാണ് പുള്ളി ക്ലെയിം ചെയ്തത്. പക്ഷേ ആ അറസ്റ്റ് ഇല്ലീഗൽ ആണെന്നൊന്നും കോടതി പറഞ്ഞിട്ടില്ല. കോടതി ജസ്റ്റ് ഇടക്കാല ജാമ്യം, താൽക്കാലിക ജാമ്യമാണ് ഈ അനുവദിച്ചേക്കുന്നത് അപ് ടു ജൂൺ 1 വരെ ഇലക്ഷൻ ക്യാമ്പയിനിങ് നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഈ പറഞ്ഞ മാറ്റേഴ്സൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു എഡിറ്റോറിയലാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇതിൽ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്, ഇത്തരത്തിലുള്ള ജാമ്യം സുപ്രീം കോടതി മറ്റുള്ള സാധാരണക്കാർക്കും കൊടുക്കുമെന്നുള്ളതാണ്. ഇതിൽ സാധാരണക്കാരായ ഒരുപാട് ബിസിനസ്മാൻമാരൊക്കെ ഇതേ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിന്റെ അണ്ടറിൽ അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കിടപ്പുണ്ട്. പക്ഷെ അവർക്കാർക്കും ഇതുവരെയ്ക്ക് ജാമ്യം കിട്ടിയിട്ടില്ല. കേജ്രിവാളിന്റെ തന്നെ ഡെപ്യൂട്ടിയായ സിസോദിയ ഇതേ കേസിൽ ഇതേ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് ഉപയോഗിച്ച് 2 വർഷമായിട്ട് ജയിലിൽ കിടക്കുകയാണ്. ഇന്ന് വരെ സുപ്രീം കോടതി, ഡൽഹി ഹൈക്കോർട്ടോ ആരും ജാമ്യം കൊടുത്തില്ല. അപ്പൊ കേജ്രിവാളിന് മാത്രം ഒരു പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് എന്നുള്ളൊരു ഒരു പോയിന്റ് ഇതിലുണ്ട് എന്ന് ചിലരെങ്കിലും ഇത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കോടതി അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ള കാര്യം. കോടതിക്ക് നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും ഒന്നുപോലെയാണല്ലോ. ഒരു ചീഫ് മിനിസ്റ്ററിന് എന്തെങ്കിലും പ്രത്യേകതയൊന്നുമില്ലല്ലോ നമ്മളുടെ ജനാധിപത്യത്തിൽ. ഓക്കെ, അപ്പൊ ഇനി രണ്ടാമത്തെ എഡിറ്റോറിയൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. ഫോൾസ് ആൻഡ് ഫാൾസ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. അത് ആക്ച്വലി ഡിസ്കസ് ചെയ്യുന്നത് മെയിൻലി പ്രോട്ടീനെ കുറിച്ചും അമിനോ ആസിഡിനെ കുറിച്ചും RNA കുറിച്ചും DNA ഒക്കെ കുറിച്ചുമാണ്. അപ്പൊ എനിക്കത് വലിയ അറിവില്ലാത്ത ഫീൽഡാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്യാൻ ഞാൻ പ്രാപ്തനല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളത് വായിച്ചു നോക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർക്ക് അത് വായിച്ചാൽ മനസ്സിലാവും. അപ്പൊ എനിക്ക് ആ ഫീൽഡുമായിട്ട് ബന്ധമില്ല, അതുകൊണ്ട് ഞാനത് ഡിസ്കസ് ചെയ്യുന്നില്ല. രണ്ടാമത്തെ എഡിറ്റോറിയൽ ഒരു സയൻസ് ബേസ്ഡ് എഡിറ്റോറിയലാണ്. ഓക്കെ, പിന്നെ അവിടെ വേറെ ഒന്നും പറയാനില്ല. ഈ ഒരു എഡിറ്റോറിയൽ അവിടെ മിസ്സായിപ്പോയി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് എൻ്റെ കയ്യിൽ മൊബൈലിൽ നോക്കിയത് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ആ എഡിറ്റോറിയൽ മസ്റ്റ് ആയിട്ട് വായിക്കുക. ആ ഒരു എഡിറ്റോറിയൽ, സെക്കൻഡ് എഡിറ്റോറിയൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ വായിച്ചാൽ മതി. പിന്നെ വരുന്ന പേജ്, ന്യൂസ് പേജിൽ ഇവിടെ ഒന്നും പറയാനില്ല കേട്ടോ. ഈ പൊതുവെ ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ ന്യൂസ് കുറവാണ്. പ്രത്യേകിച്ച് സാറ്റർഡേ കൂടെയാണ്. സാറ്റർഡേ സൺഡേ ന്യൂസ് കുറച്ച് കുറവായിരിക്കാം. പിന്നീട്
ഇനി നമുക്ക് ബിസിനസ് പേജിലേക്ക് പോകാം. അവിടെ മാത്രമാണ് എന്തെങ്കിലുമൊക്കെ പറയാനുള്ളത്. ബിസിനസ് പേജിൽ ടാറ്റ മോട്ടോഴ്സിനെ കുറിച്ചും JLRനെ കുറിച്ചും ഒക്കെ ഉള്ള ഒരു ന്യൂസ് അവിടെ ഉണ്ട്. JLR എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. ജാഗ്വാർ ആൻഡ് ലാൻഡ് റോവർ എന്ന് പറയുന്ന ഒരു ഇതാണ് JLR എന്ന് പറയുന്നത്. JLR ബ്രിട്ടീഷ് ബ്രാൻഡുകളാണ് എന്ന് ഇനി പറയാൻ പറ്റൂല. കാര്യം കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ ടാറ്റ ഗ്രൂപ്പ് ടാറ്റ മോട്ടോഴ്സ് JLRനെ ബൈ ഔട്ട് ചെയ്തു. ഇപ്പൊ ജാഗ്വാറും ലാൻഡ് റോവറും ഒക്കെ ടാറ്റയുടെയാണ്. അതിനുശേഷമാണ് ടാറ്റ ഇന്ത്യൻ കാർ വിപണിയിൽ ഭയങ്കര വലിയ കരുത്തായി മാറുന്നത്. അതിനു മുമ്പ് ടാറ്റ ഉണ്ടെങ്കിലും ടാറ്റയുടെ ഇൻഡിക്കയും അങ്ങനെയൊക്കെയുള്ള കാറുകൾ നിങ്ങൾക്ക് അറിയാം, ആർക്കും വേണ്ടാത്ത കാറുകളായിരുന്നു. പിന്നെ ഇപ്പൊ ടാറ്റ ഇന്ത്യൻ കാർ വിപണിയിൽ കുതിക്കുകയാണ്. ഇലക്ട്രിക് കാർ വിപണിയിൽ അവർ അൺഡിസ്പ്യൂട്ടഡ് നമ്പർ 1 ആണ്. ഇത് ടെസ്ലയ്ക്ക് ഇന്ത്യയിൽ വരുമ്പോൾ അവർ ഡിസ്പ്ലേസ്ഡ് ആവുന്നെങ്കിലേ ഉള്ളൂ. അല്ലാത്ത കാർ വിപണിയിൽ ഒരു മാരുതിക്ക് ബീറ്റ് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ JLRന്റെ ഒരു ഇൻഫ്ലുവൻസ് അവരുടെ മറ്റ് ഇന്ത്യൻ കാറുകളിലേക്കും ഒക്കെ ഉണ്ടായി. അപ്പൊ എന്തായാലും JLR ടാറ്റയുടെ ആണ്. അത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ആൾക്കാർ ആരും കാണാൻ സാധ്യതയില്ല. അറിഞ്ഞുകൂടാത്തവർ ഉണ്ടെങ്കിൽ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോ അതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. പിന്നെ ഞാൻ ഈ ടീയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് കണ്ടതുകൊണ്ട് പറയാണ്. ഇന്ത്യയില് 2-3 ബോർഡുകളുണ്ട്. ടീ ബോർഡ്, കോഫി ബോർഡ്, റബ്ബർ ബോർഡ്, ഇതെല്ലാം സെൻട്രൽ ഗവൺമെന്റ് ആണ് കേട്ടോ. സിൽക്ക് ബോർഡ്, ഇതെല്ലാം ഏത് സ്റ്റേറ്റുകളാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ടീ ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് കൊൽക്കട്ടയാണ്. ടീ ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് കൊൽക്കട്ടയാണ്. അപ്പൊ കൊൽക്കട്ടയുടെ സ്പെല്ലിംഗ് KOLCUTT ആണെന്ന് തോന്നുന്നല്ലേ. അപ്പൊ കൊൽക്കട്ടയിലാണ് പിന്നെ ടീ ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത്. അത് അറിഞ്ഞിരിക്കുക. കോഫി ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് അറിഞ്ഞിരിക്കുക. ഇതെല്ലാം സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളാണ്. ബംഗളൂരുവിലാണ് ഏതിന്റെ കോഫി ബോർഡിന്റെ. റബ്ബർ ബോർഡിന്റെ സിൽക്ക് ബോർഡിന്റെ ഹെഡ് ക്വാർട്ടേഴ്സും ഇതേ ബംഗളൂരുവിലാണ്. അപ്പൊ അതും അറിഞ്ഞിരിക്കുക. സിൽക്ക് ബോർഡിന്റെ, റബ്ബർ ബോർഡിന്റെ നമ്മുടെ കേരളത്തിലെ കോട്ടയമാണ്. റബ്ബർ ബോർഡിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കോട്ടയമാണെങ്കിൽ അത് സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനമാണ്. അവിടെ ജോലി കിട്ടിയ സെൻട്രൽ ഗവൺമെന്റ് കിട്ടുന്ന പോലെയാണ്. അപ്പൊ ജസ്റ്റ് പറഞ്ഞോളൂ. ടീ ബോർഡിന്റെ എവിടെയാണ്? കൊൽക്കട്ട. കോഫി ബോർഡിന്റെ എവിടെയാണ്? ബംഗളൂരു. സിൽക്ക് ബോർഡിന്റെ എവിടെയാണ്? ബംഗളൂരു. റബ്ബർ ബോർഡിന്റെ കോട്ടയം. ഓക്കെ, പിന്നെ ഇത്രയാണ് ഈ പേജിൽ പറയാനുള്ളത്. വേറെ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ വലിയൊരു ന്യൂസ് ഉണ്ട്. അത് പറയുന്നതിന് മുമ്പ് വേറെ 1-2 കാര്യം പറഞ്ഞോട്ടെ. ക്രൊയേഷ്യ എന്ന് പറയുന്ന കൺട്രിയായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് കാണാം. ക്രൊയേഷ്യ നമുക്കൊക്കെ അറിയാം, ഒരു യൂറോപ്യൻ കൺട്രിയാണ്. ക്രൊയേഷ്യ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഏതായിരിക്കും? ക്രൊയേഷ്യ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് സ്കോഡയാണ്. സ്കോഡ എന്ന് പറയുന്ന ഇന്ത്യൻ റോഡുകളിലൊക്കെ ഓടുന്ന കാർ ബ്രാൻഡ് ക്രൊയേഷ്യ ഞാൻ പറഞ്ഞ വൻ മിസ്റ്റേക്ക് ആണ്. ക്രൊയേഷ്യയുടെ ചെക്ക് റിപ്പബ്ലിക്കിന്റെയാണ്. ആക്ച്വലി അത് ഫോക്സ് വാഗൺ ഗ്രൂപ്പിന്റെ അണ്ടറിൽ വരുന്നതാണ്. ചെക്ക് റിപ്പബ്ലിക്കിന്റെ ആണ്. അത് ചെക്കോസ്ലാവാക്യ എന്നുള്ള രാജ്യം പണ്ടുണ്ടായിരുന്നു. ഈ ചെക്കോസ്ലാവാക്യ പിന്നീട് സ്പ്ലിറ്റ് ആയി ചെക്ക് റിപ്പബ്ലിക്കും സ്ലൊവാക്കിയ ഉണ്ടായി. ഇതിൽ ചെക്ക് റിപ്പബ്ലിക്കിന്റെ ആണ് സ്കോഡ. ഞാൻ പറഞ്ഞ മിസ്റ്റേക്ക് ആണ്, സോറി. ക്രൊയേഷ്യ വേറൊരു യൂറോപ്യൻ രാജ്യമാണ്. ക്രൊയേഷ്യ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ന്യൂസ് ഇതിൽ കണ്ടപ്പോൾ ക്രൊയേഷ്യയുടെ പ്രൈം മിനിസ്റ്ററിന്റെ പേര് അതിലുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞോളൂ. ക്രൊയേഷ്യയുടെ പ്രൈം മിനിസ്റ്റർ ആൻഡ്രച്ച് പ്ലെങ്കോവിക് ആണ്. ക്രൊയേഷ്യ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂറോപ്യൻ കൺട്രിയാണ്. അതുകൊണ്ട് പേരെന്ന് അറിഞ്ഞിരിക്കുക. ക്രൊയേഷ്യയുടെ പ്രൈം മിനിസ്റ്റർ ആൻഡ്രച്ച് പ്ലെങ്കോവിക്. ഓക്കെ, പിന്നെ ഫിലിപ്പൈൻസ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഉണ്ട്. ഫിലിപ്പൈൻസും ചൈനയായിട്ട് ഇപ്പൊ കുറെ വിഷയങ്ങൾ ഉള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഫിലിപ്പൈൻസിന്റെ ന്യൂസ് വരാറുണ്ട്. ഫിലിപ്പൈൻസിന്റെ പ്രസിഡന്റ് ആരാണ്? ഫെർഡിനാൻഡോ എന്നും ചിലതിലേക്ക് കാണാം. ഫെർഡിനാൻഡ് മാർക്കോസ് എന്നാണ് അയാളുടെ കറക്റ്റ് പേരെന്നാ തോന്നുന്നത്. ഫെർഡിനാൻഡ് മാർക്കോസ്, ഫിലിപ്പൈൻസിന്റെ പ്രസിഡന്റ് ഫെർഡിനാൻഡ് മാർക്കോസ്. പിന്നെ US imposes curbs on Chinese firms over spy balloon incident. അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഒരു പക്ഷേ. കഴിഞ്ഞ വർഷം നടന്നൊരു സംഭവമാണ്. US-ന്റെ മുകളിൽ ചൈനയുടെ ഒരു ബലൂൺ കിടന്ന് കറങ്ങി. പറന്നു. ഈ ബലൂൺ പറഞ്ഞ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകേണ്ട ആവശ്യമില്ല. പക്ഷെ അതൊരു സ്പൈ ബലൂൺ ആയിരുന്നു. അതിൻ്റെ അകത്ത് നിരീക്ഷണത്തിനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനം US-ന്റെ പ്രസിഡന്റ് ജോയ് ബൈഡൻ ഉത്തരവിട്ടു ആ ചൈനീസ് ബലൂണിനെ വെടിവെച്ചിടാൻ. അങ്ങനെ വെടിവെച്ചിട്ടു. അത് ചൈനയ്ക്കും US-ന്റെ ഇടയിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടായി. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസാണ് ഈ സ്പൈ ബലൂൺ ഇൻസിഡന്റ്.
പിന്നെ ഇതിലെ ഏറ്റവും വലിയ ന്യൂസ് എന്ന് പറയുന്നത് ഇതാണ്: ഇന്ത്യ ബാക്സ് പാലസ്റ്റീൻസ് ബിഡ് ഫോർ ഫുൾ UN മെമ്പർഷിപ്പ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പലസ്തീനിനെ ഒരു രാജ്യമായിട്ട് ഇതുവരെയ്ക്കും അംഗീകരിച്ചിട്ടില്ല ലോകം. അപ്പൊ പാലസ്തീനിന്, അതാണല്ലോ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. പാലസ്തീൻ എന്ന രാജ്യത്തിന് അംഗീകരിച്ച് പാലസ്തീനിനെ ഒരു ഫുൾ കൺട്രി ആയിട്ട് അംഗീകരിച്ചുകൊണ്ട് UN പാലസ്തീനിന് ഒരു ഫുൾ മെമ്പർഷിപ്പ് കൊടുത്തുകൊണ്ട് പാലസ്തീനും ഇസ്രായേലും കോ എക്സിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ പാലസ്തീൻ ഇസ്രായേൽ വിഷയത്തിനുള്ള പെർമനന്റ് സൊല്യൂഷൻ ആയിട്ട് ലോകം കാണുന്നത്. പക്ഷേ ഇത്രയും കാലം ഹമാസ് പോലുള്ള പലസ്തീനിലെ തീവ്രവാദ ഗ്രൂപ്പുകൾ അതിന് റെഡി അല്ലായിരുന്നു. അവർ ഇസ്രായേലിന്റെ എക്സിസ്റ്റൻസ് പോലും അംഗീകരിച്ചിരുന്നില്ല. അതേപോലെ ഇസ്രായേലിലെ തീവ്രവാദ ചിന്താഗതിയുള്ള രാഷ്ട്രീയക്കാർ, ഇൻക്ലൂഡിംഗ് ബെഞ്ചമിൻ നെതന്യാഹു, ദ ഇൻകംബന്റ് പ്രൈം മിനിസ്റ്റർ, റെഡിയല്ല പാലസ്തീനിനെ ഒരു രാജ്യമായിട്ട് അംഗീകരിക്കാൻ. പക്ഷേ ഇത് രണ്ടുപേരും ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ 2 രാജ്യങ്ങൾക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു നേഷൻഹുഡ് കിട്ടുന്നു. ഇസ്രായേൽ ഓൾറെഡി നേഷനാണ്, പാലസ്തീനും കൂടെ അത് കിട്ടി കഴിഞ്ഞാൽ ഈ 2 പേർക്ക് അവരവരുടെ അതിർത്തികളും ഡിമാർക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് കോ എക്സിസ്റ്റ് ചെയ്ത് പോകാവുന്നേ ഉള്ളൂ. ഇപ്പം ഏതാണ്ട് ഈ പറഞ്ഞ ഹമാസൊക്കെ ആ ഒരു ചിന്താഗതിയിലേക്ക് വന്നു കഴിഞ്ഞു. ഇനി ഇസ്രായേലും കൂടെ വന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഒരു വിധം പറ്റും. അറബ് കൺട്രീസ് ആയ സൗദി അറേബ്യയൊക്കെ ആഗ്രഹിക്കുന്നതും അതാണ്. അപ്പൊ അത് പോട്ടെ, ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് UAE യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അവര് യുഎന്നിന്റെ ജനറൽ അസംബ്ലിയിൽ, യുഎന്നിന്റെ പ്രധാനപ്പെട്ട 2 ഘടകങ്ങൾ ജനറൽ അസംബ്ലിയും സെക്യൂരിറ്റി കൗൺസിലും ആണെന്ന് അറിയാം. യുഎന്നിന്റെ പ്രധാനപ്പെട്ട 2 ഘടകങ്ങൾ ഏതൊക്കെയാണ്? UN ജനറൽ അസംബ്ലി, അതിലെല്ലാവരും ഉണ്ട്. UN ജനറൽ അസംബ്ലിയിൽ ഇന്ത്യ ഉണ്ട്. UN സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറയുമ്പോൾ അതിൽ പെർമനന്റ് മെമ്പേഴ്സും നോൺ പെർമനന്റ് മെമ്പേഴ്സും ആയിട്ട് 15 പേരേ ഉള്ളൂ. പെർമനന്റ് മെമ്പേഴ്സ് 5 പേര്: USA, ബ്രിട്ടൻ, ഫ്രാൻസ്, ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന, റഷ്യ. USA, ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, ചൈന, ഈ 5 പേരാണല്ലോ വീറ്റോ പവർ ഉള്ള പെർമനന്റ് മെമ്പേഴ്സ്. അവര് 5 പേര് പ്ലസ് നോൺ പെർമനന്റ് മെമ്പേഴ്സ് 10 പേര്. അങ്ങനെ 15 പേരാണ് UN സെക്യൂരിറ്റി കൗൺസിൽ ഉള്ളത്. പക്ഷെ അങ്ങനെയല്ല UN ജനറൽ അസംബ്ലി. എവ്രി UN മെമ്പേഴ്സ് ആർ ദയർ ഇൻ ദ UN ജനറൽ അസംബ്ലി. അപ്പൊ UN ജനറൽ അസംബ്ലിയിലാണ് ഈ UAE ഇങ്ങനെ ഒരു റെസൊല്യൂഷൻ കൊണ്ടുവന്നത്, പാലസ്തീനിന് ഫുൾ നേഷൻഹുഡ് കൊടുത്ത് UN ഫുൾ മെമ്പർ ആക്കണം. ഇന്ത്യ അതിനെ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. പാലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ പലപ്പോഴും ഇസ്രായേലിന് അനുകൂലമായ നിലപാടുകൾ എടുത്തുകൊണ്ടിരുന്ന രാജ്യമാണ് ഇന്ത്യ. പക്ഷേ ഇന്ത്യ എപ്പോഴും പാലസ്തീൻ ഇസ്രായേൽ വിഷയം സോൾവ് ചെയ്യുന്നതിൽ 2 സ്റ്റേറ്റ് സൊല്യൂഷനാണ് അതിന്റെ യഥാർത്ഥ സൊല്യൂഷൻ എന്നുള്ള രീതിയിലുള്ള അഭിപ്രായം ലോകത്തിന് മുന്നിൽ അപ്ഹോൾഡ് ചെയ്ത രാജ്യമാണ്. അപ്പം പിന്നെ ഇന്ത്യക്ക് UAEയുടെ ഈ ഒരു റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്തല്ലേ പറ്റൂ. കാര്യം ഇന്ത്യ എപ്പോഴും പറയുന്നത് there is only one solution for Israel-Palestine conflict, that is two state solution എന്ന് പറയുന്ന രാജ്യമാണ്. അപ്പൊ പിന്നെ ഇതേ ആവശ്യമാണല്ലോ UAE കൊണ്ടുവന്നേക്കുന്നത്. അപ്പൊ ഇന്ത്യ സപ്പോർട്ട് ചെയ്തു. പിന്നെ റഷ്യ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ യുക്രൈനിൽ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു. യുക്രൈന്റെ പല പ്രദേശങ്ങളിലും റഷ്യയുടെ ശക്തമായ ഒഫൻസീവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില വില്ലേജസ് ഒക്കെ റഷ്യ പിടിച്ചെടുത്തു. പിന്നെ ആഫ്റ്റർ 18 months ചൈന സെൻസ് അംബാസഡർ ടു ഇന്ത്യ എന്നൊരു ന്യൂസ് കാണാം. 18 മാസങ്ങളായി ഇന്ത്യയിലേക്ക് ചൈനയുടെ അംബാസഡർ ഇല്ലായിരുന്നു. ചൈനയുടെ പഴയ അംബാസഡറിന്റെ കാലാവധി കഴിഞ്ഞതിന് ശേഷം പുതിയൊരു അംബാസഡർ വരുന്നത് ഏതാണ്ട് 1.5 വർഷം, 18 months കഴിഞ്ഞതിന് ശേഷമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പുള്ളിയുടെ പേരൊക്കെ പറഞ്ഞതേ ഉള്ളൂ, അത് പഠിച്ചു വെച്ചാണ്. കാരണം ചൈന ഇന്ത്യയുമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുള്ള രാജ്യം ആയതുകൊണ്ട് അവരുടെ അംബാസഡറിന്റെ പേരൊക്കെ പഠിച്ചു വെച്ചാണ്. സു ഫെയ്ഹോങ് എന്നാണ് പേര്. സു ഫെയ്ഹോങ്, FEIHONG. പിന്നെ അവിടെ തന്നെ വേറെ ന്യൂസ് കാണാം. ഇന്ത്യ ഹാസ് കംപ്ലീറ്റഡ് ഇറ്റ്സ് ട്രൂപ്പ് വിത്ഡ്രോവൽ സേസ് മാൽദീവ്സ് എന്നൊരു ന്യൂസ് കാണാം. അതായത് ചൈന അനുകൂലിയായ മാൽദീവിയൻ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു മാൽദീവിൽ അധികാരം ഏറ്റെടുത്തതിനു ശേഷം അയാളുടെ ഏറ്റവും വലിയ ആവശ്യം എന്തായിരുന്നു വെച്ചാൽ ഇന്ത്യ മാൽദീവ്സിന് സമ്മാനമായി കൊടുത്ത ഹെലികോപ്റ്ററുകളുടെയും നിരീക്ഷണ വിമാനങ്ങളുടെയൊക്കെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ഇന്ത്യൻ പട്ടാളം മാൽദീവ്സിലുണ്ടായിരുന്നു. പക്ഷെ അവർ പറഞ്ഞു മാൽദീവ്സ് എ സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, സോ നോ ഫോറിൻ ഫോഴ്സസ് ഷുഡ് ബി ദെയർ ഇൻ അവർ സോവറിൻ ലാൻഡ് എന്നുള്ള ഇതായിരുന്നു മാൽദീവ്സിന്റെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിന്റെ ആവശ്യം. ആൻഡ് ഹി put a deadline before India to withdraw all the troops from Maldives. That deadline was May 10. ഇന്നലെ May 10. So India withdrew all the forces from Maldives. അതാണ് ഈ ന്യൂസ്. India has completed its troop withdrawal, says Maldives എന്ന് പറഞ്ഞ ന്യൂസ്. മാൽദീവ്സിന്റെ പ്രസിഡന്റ് ആരാണ്? മുഹമ്മദ് മൊയ്സു അല്ലേ? മുഹമ്മദ് മൊയ്സു, MUIZU. നെക്സ്റ്റ് പേജ് ഒന്നും പറയാനില്ല, സ്പോർട്സ് ആണ്. സ്പോർട്സിൽ ഒന്നും പറയാനൊന്നുമില്ല.
IPL കഴിഞ്ഞ ഒരു കാര്യം പറയാനുണ്ട്. ദോഹയിൽ നടന്ന ഡയമണ്ട് ലീഗില് സാധാരണ എല്ലാം നീരജ് ചോപ്ര ഗോൾഡ് വിൻ ചെയ്യുന്നതാണ്. ഇന്നലെ സിൽവർ ആയിപ്പോയി. കുറെ കാലത്തെ ഒരു ബ്രേക്കിന് ശേഷമാണ്. ഇനി ഒളിമ്പിക്സ് ആണ് അടുത്ത മാസം. ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ മെഡൽ പ്രതീക്ഷയായ നീരജ് ചോപ്ര ഇന്നലെ ദോഹ ഡയമണ്ട് ലീഗില് 2nd പൊസിഷനിലാണ് ഫിനിഷ് ചെയ്തത്. പിന്നെ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോ ഈ പേജിലൊന്നും പറയാനില്ല. അതിന്റെ അടുത്ത പേജില് ഉഷ IOA ടീം സെക്യൂർ ലോജിസ്റ്റിക് സപ്പോർട്ട് ഫോർ ഇന്ത്യൻ കണ്ടിൻജന്റ് ഡ്യൂറിംഗ് ദ ഒളിമ്പിക്സ്. ഒളിമ്പിക്സ് ഞാൻ പറഞ്ഞ അടുത്ത മാസമാണെന്ന് പറഞ്ഞു. എവിടെ വെച്ചാണ്? പാരീസിൽ വെച്ചാണ് നടക്കുന്നത്. ഫ്രാൻസിന്റെ ക്യാപിറ്റൽ പാരീസിൽ വെച്ചാണ് ഒളിമ്പിക്സ് നടക്കുന്നത്. അപ്പൊ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ആണ് ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യയുടെ ബോഡി എന്ന് പറയുന്നത്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ഫസ്റ്റ് വുമൻ പ്രസിഡന്റ് ആണ് PT ഉഷ, ദ ഗ്രേറ്റസ്റ്റ് എവർ അത്ലറ്റ് ഓഫ് ഇന്ത്യ. അപ്പൊ PT ഉഷയാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ IOAയുടെ ഫസ്റ്റ് വുമൻ പ്രസിഡന്റ്. ലോകത്തിൽ ഒളിമ്പിക്സ് നടത്താനുള്ള ഏജൻസി IOC ആണ്, ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയാണ്. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ചീഫിന്റെ പേര് തോമസ് ബാച്ച് എന്നാണ്. ഈ തോമസ് ബാച്ച് ആണ് ഈ നിൽക്കുന്ന വ്യക്തി. അദ്ദേഹത്തിന്റെ കൂടെ PT ഉഷ ഒരുമിച്ച് നിൽക്കുന്ന കാണാം. അപ്പൊ തോമസ് ബാച്ച് ഈസ് ദ ഹെഡ് ഓഫ് IOC, ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി. PT ഉഷ ഈസ് ദ ഹെഡ് ഓഫ് ഫസ്റ്റ് വുമൻ ഹെഡ് ഓഫ് IOA, ഇന്റർനാഷണൽ ഒളിമ്പിക് അസോസിയേഷൻ. ഈ IOC ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് അറിഞ്ഞിരിക്കണം. അത് സ്പെല്ലിംഗ് ചിലപ്പോൾ തെറ്റായിരിക്കും. സ്പെല്ലിംഗ് തെറ്റ് തന്നെയാണ്. LOUSANE എന്നങ്ങനെയാണ്. ലൂസെയിൻ എവിടെയാണെന്ന് വെച്ചാല് ഇവിടെയാണ്, സ്വിറ്റ്സർലാൻഡ്. ഇതാണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. സ്പെല്ലിംഗ് മിക്കവാറും ചെറിയ മിസ്റ്റേക്ക് ആണ്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് ഇന്നലത്തെ ന്യൂസ് പേപ്പറാണ്. ഇന്നലത്തെ ന്യൂസ് പേപ്പറിൽ പോകുമ്പോൾ നമ്മൾ ഹരിയാനയിലെ പൊളിറ്റിക്കൽ ക്രൈസിസ് തന്നെയാണ് ഫ്രണ്ട് പേജിലെ ഏറ്റവും വലിയ ന്യൂസ്. JJP അവിടുത്തെ ഒരു പാർട്ടിയാണ്. INLD അവിടുത്തെ ഒരു പാർട്ടിയാണ്. അവരെല്ലാവരും ഫ്ലോർ ടെസ്റ്റ് ആവശ്യപ്പെട്ടേക്കാണ്. ഫ്ലോർ ടെസ്റ്റ് എന്ന് വെച്ചാൽ ഭൂരിപക്ഷം ഗവൺമെന്റിന് നഷ്ടപ്പെട്ടു എന്ന് ഒപ്പോസിഷന് തോന്നിയാൽ they can ask for a floor test. They can ask for a floor test, but the final decision will be taken by governor. അദ്ദേഹത്തിന് മുന്നിൽ തെളിയിക്കേണ്ടത്. അപ്പം ഗവർണർ ബന്ദാരു ദത്താത്രേയ തീരുമാനിക്കും. പക്ഷെ ഫ്ലോർ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ട്രസ്റ്റ് വോട്ടാണ്. അതായത് ഞാൻ ആണ് ചീഫ് മിനിസ്റ്റർ, എനിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടെന്ന് ഒപ്പോസിഷൻ അലിഗേഷൻ ഉന്നയിക്കുമ്പോൾ ട്രസ്റ്റ് വോട്ട് നടത്താൻ ഗവർണറിന് പറയാം. അപ്പം എന്നെ അനുകൂലിക്കുന്ന ആൾക്കാർ അപ്പോൾ വോട്ട് ചെയ്യും. അത് ആണ് കൂടുതലെങ്കിൽ എനിക്ക് തുടരാം. പിന്നെ ഇവിടെ ഒരു ന്യൂസ് ഉണ്ട്. EAC PM വർക്കിംഗ് പേപ്പർ ഫൈൻഡിങ് ബീങ് മിസ് റിപ്പോർട്ടഡ് എന്ന് പറഞ്ഞ റിപ്പോർട്ട് എന്താണെന്ന് ഞാൻ പറയുന്നില്ല. EAC PM എന്താണെന്ന് നോക്കാം. EAC PM എക്കണോമിക് അഡ്വൈസറി കൗൺസിൽ ടു പ്രൈം മിനിസ്റ്റർ. എക്കണോമിക് അഡ്വൈസറി കൗൺസിൽ ടു പ്രൈം മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്ററിന്റെ സാമ്പത്തിക ഉപദേശക സമിതി എന്ന് മലയാളത്തിൽ പറയും. എക്കണോമിക് അഡ്വൈസറി കൗൺസിൽ ടു പ്രൈം മിനിസ്റ്റർ. അത് കുറെ ആൾക്കാരുണ്ട്. അതിന്റെ ചെയർമാൻ ആയിരുന്നു, എപ്പോഴും പഠിച്ചു വെച്ചേക്കണം. ബിബേക് ഡെബ്രോയി ആണ്. BIBEK. ബിബേക് ഡെബ്രോയി is the chief of Economic Advisory Council to Prime Minister of India. അതല്ല, അവിടെ വേറെ ഒന്നും പറയാനില്ല. അതിന്റെ അടുത്ത പേജ് പോകുമ്പോ നത്തിങ് ഈസ് ദെയർ. നെക്സ്റ്റ് പേജില് ഇത് NGT ആയിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് കൂടെ കാണാം. NGT എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന തന്നെ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ. NGT ഈസ് എ സ്പെഷ്യൽ കോർട്ട് ഡീലിംഗ് വിത്ത് എൻവയോൺമെന്റ് റിലേറ്റഡ് ഡിസ്പ്യൂട്ട്സ്. എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം ഉള്ള കേസുകൾ എടുക്കാനുള്ള സ്പെഷ്യൽ കോർട്ടാണ് NGT, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. പ്രകാശ് ശ്രീവാസ്തവയാണ് അതിന്റെ ഇപ്പോഴത്തെ ചീഫ് എന്ന് തോന്നുന്നു. ചെക്ക് ചെയ്തോളണം. പ്രകാശ് ശ്രീവാസ്തവ. ഓക്കെ. നെക്സ്റ്റ് പേജ് പോകുമ്പോ ഒന്നുമില്ല. അതിനടുത്ത പേജ് വേണ്ട, അതിനടുത്ത പേജ് വേണം. അതിനടുത്ത പേജിൽ എന്തൊക്കെയാണ് നമ്മളുടെ എഡിറ്റോറിയൽ, അതായത് ഇന്നലത്തെ പത്രത്തിലെ എഡിറ്റോറിയൽസ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഇന്നലത്തെ പത്രത്തിലെ എഡിറ്റോറിയൽസ് ഒന്നും വായിച്ചിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ മസ്റ്റ് ആയിട്ട് ഇത് വായിക്കണം. ഫസ്റ്റ് എഡിറ്റോറിയൽ ടെർമോയിൽ ആൻഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ വിഷയമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈസിലി വായിച്ചാൽ മനസ്സിലാവും. കാരണം ഓൾറെഡി ഐ എക്സ്പ്ലെയിൻഡ് ഇറ്റ് മെനി ടൈംസ്. വീഡിയോയിലും ചിലർക്കൊക്കെ ക്ലാസ് റൂമിലും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഹരിയാനയിലെ പൊളിറ്റിക്കൽ ക്രൈസിസിനെ കുറിച്ചാണ്. ഹരിയാന ഞാൻ പറഞ്ഞു BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ് ആണ്. ഹരിയാന ചീഫ് മിനിസ്റ്റർ ഞാൻ പറഞ്ഞു നയാബ് സിംഗ് സേനിയാണ്. നയാബ് സിംഗ് സേനിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഇല്ലായിരുന്നു. സോ ഹി ടുക്ക് ദ സപ്പോർട്ട് ഓഫ് JJP, ദാറ്റ് ഇസ് എ റീജിയണൽ പാർട്ടി ദർ.
But after some time, the JJP withdrew from the government, withdrew their support. At that time also, they got the support of some independents. 5 to 6 independent MLAs were there. They offered support to this Nayab Singh Saini government. But after some time, 3 independent supporters withdrew their support also. So the government is in minority. That is what the opposition is telling. But at the same time, the government is claiming that out of the 10 JJP MLAs, they already withdrew support for the government, but out of those 10 MLAs with JJP, 3 to 4 MLAs are offering support to BJP. മനസ്സിലായോ എന്തോ? JJP എന്ന് പറഞ്ഞ പാർട്ടി ആയിരുന്നു അവർ സപ്പോർട്ട് ചെയ്തത്. അവർക്ക് 10 MLA ആയിരുന്നു ഉണ്ടായിരുന്നു. ആ 10 പേര് കൊണ്ട് JJPയുടെ ലീഡർ പോയി. പക്ഷെ അതിൽ 3-4 MLA ഇപ്പൊ BJPക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരു ലോക്സഭാ ഇലക്ഷനിലൊക്കെ BJPയുടെ കാൻഡിഡേറ്റ്സിന് വേണ്ടി പ്രചരണം നടത്താൻ ഇറങ്ങി. അപ്പൊ അവരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഗവൺമെന്റിന് ഭൂരിപക്ഷം ഉണ്ടെന്നാണ് നയാബ് സിംഗ് സേനി പറയുന്നത്. ഇനി ഇതിൽ ഈ എഡിറ്റോറിയലിനകത്തുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവാത്തൊരു കാര്യം, അവിടുത്തെ കാസ്റ്റ് ഇക്വേഷൻ. നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലേക്ക് പോകുമ്പോൾ മെയിൻലി കാസ്റ്റ് പൊളിറ്റിക്സ് ആണ്. ഹിന്ദുത്വ പൊളിറ്റിക്സിനൊപ്പം കാസ്റ്റ് പൊളിറ്റിക്സ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. എസ്പെഷ്യലി ഇൻ ഹരിയാന ജാട്ട് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി വളരെ സ്ട്രോങ് ആണ്. ജാട്ട് എന്ന് പറയുന്നത് ലാൻഡ് ടോണിങ് ആയിട്ടുള്ള ഫാമേഴ്സ് കമ്മ്യൂണിറ്റിയാണ്. നിങ്ങളൊരു പക്ഷേ ചരൺ സിംഗ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. ചരൺ സിംഗ് ഈസ് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഫ്രം ദ ഫാമിംഗ് കമ്മ്യൂണിറ്റി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ഇന്ത്യയിൽ നാഷണൽ ഫാമേഴ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇന്റർനാഷണൽ ഫാമേഴ്സ് ഡേ അല്ലെങ്കിൽ ദേശീയ കർഷക ദിനം എന്ന് പറയുന്നത് December 23 ആണ്. December 23 ഈസ് ദ ബർത്ത്ഡേ ഓഫ് എർസ്റ്റ്വൈൽ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ചരൺ സിംഗ്. ഹി ഗോട്ട് ഭാരതരത്ന ദിസ് ഇയർ. ഈ വർഷം ഭാരതരത്ന കിട്ടിയ പോസ്റ്റ്മസ്ലി ഭാരതരത്ന കിട്ടിയ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആണ് ചരൺ സിംഗ് എന്ന് പറയുന്നത്. ഈ ചരൺ സിംഗിന്റെ ബർത്ത്ഡേ എന്നാണ് December 23. ഈ December 23 എന്താണ്? നാഷണൽ ഫാമേഴ്സ് ഡേ. ഇത് ഇത്ര ഞാൻ പറയാൻ കാര്യം, ചരൺ സിംഗ് ഈസ് എ ജാട്ട്. ചരൺ സിംഗ് ജാട്ട് ആണ്. അത്രയും ഇൻഫ്ലുവൻഷ്യൽ ആണ് ജാട്ട് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. സോ ഹരിയാന, ഇത് ചരൺ സിംഗ് പക്ഷേ ഹരിയാനക്കാരനല്ല, ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശ്, ഹരിയാന, രാജസ്ഥാന്റെ കുറെ മേഖലകൾ, ഇവിടെ എല്ലാം ജാട്ട് ഭയങ്കര സ്ട്രോങ് ആണ്, ജാട്ട് കമ്മ്യൂണിറ്റി. അപ്പൊ ഇതില് ഹരിയാനയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഹരിയാനയിൽ എപ്പോഴും ജാട്ട് കമ്മ്യൂണിറ്റിയിലുള്ള ആളെ ചീഫ് മിനിസ്റ്റർ ആവുള്ളായിരുന്നു. കോൺഗ്രസിന്റെ ചീഫ് മിനിസ്റ്റേഴ്സ് അല്ല. കോൺഗ്രസ് ആയിരുന്നു അവിടുത്തെ ഏറ്റവും ഡോമിനന്റ് പൊളിറ്റിക്കൽ പാർട്ടി. കഴിഞ്ഞ 10 വർഷം കൊണ്ടാണ് BJP ആയത്. അവിടെ എപ്പോഴും ജാട്ടാണ്. അപ്പം BJP അവിടെ എന്ത് കളി കളിച്ചു എന്ന് വെച്ചാൽ നോൺ ജാട്ടിനെ ചീഫ് മിനിസ്റ്റർ ആക്കാൻ തീരുമാനിച്ചു. അപ്പോൾ നോൺ ജാട്ട് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, അവരെല്ലാവരും കൂടെ ചേർന്ന് BJP സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഈ നയാബ് സിംഗ് സേനി എന്ന് പറഞ്ഞ ആളും ജാട്ട് കമ്മ്യൂണിറ്റി ഉള്ള ആളല്ല. അപ്പം ഇനിയിപ്പോൾ ഇലക്ഷൻ വരികയാണ്. ഒക്ടോബറിൽ അവിടെ നോർമലി ഇലക്ഷൻ നടക്കും. ഇപ്പോൾ ഗവൺമെന്റ് താഴെ പോയാലും പോയില്ലെങ്കിലും 3-4 മാസം കഴിയുമ്പോൾ അവിടെ ഇലക്ഷൻ നടന്നേ പറ്റൂ. 5 ഇയർ ടൈം ഒക്ടോബറിൽ അവസാനിക്കും. അപ്പോൾ ഈ നോൺ ജാട്ട് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുടെ വോട്ട് കൺസോളിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് വെച്ച് മനോഹർലാൽ ഖട്ടറിനെയൊക്കെ മാറ്റിയിട്ട് നയാബ് സിംഗ് സേനി അവിടെ ചീഫ് മിനിസ്റ്റർ ആക്കിയത്. അപ്പം അങ്ങനെ രാഷ്ട്രീയമാണ് ഹരിയാനയിലുള്ളത്. അതൊക്കെയാണ് ഈ എഡിറ്റോറിയൽ പറയുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ. സെക്കൻഡ് എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ ബൈപാർട്ടിസാൻ റെസ്ക്യൂ എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ഇത് സത്യത്തിൽ നമുക്ക് ആവശ്യമുള്ള എഡിറ്റോറിയൽ ഒന്നും അല്ല. പക്ഷേ എഡിറ്റോറിയൽ ആയതുകൊണ്ട് എൻ്റെ കണ്ടന്റ് ഞാൻ പറഞ്ഞുതരാം. എനിക്കത് അറിയാവുന്നതുകൊണ്ടും ഞാൻ പറഞ്ഞുതരാം. അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്ത് നവംബറിൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. ഇന്ത്യയിൽ ഇലക്ഷൻ കഴിഞ്ഞ് ഉടനെ തന്നെ അമേരിക്കയിൽ ഇലക്ഷൻ നടക്കും. അമേരിക്കയുടെ പ്രസിഡന്റ് ജോയ് ബൈഡൻ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ജോയ് ബൈഡന്റെ പാർട്ടിയുടെ പേര് ഡെമോക്രാറ്റിക് പാർട്ടി എന്നാണ്. US-ൽ 2 പാർട്ടികളേ ഉള്ളൂ, ഡെമോക്രാറ്റിക് പാർട്ടി ആൻഡ് റിപ്പബ്ലിക്കൻ പാർട്ടി. അപ്പൊ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കാൻഡിഡേറ്റ് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു, ഡൊണാൾഡ് ട്രംപ് ആണ്. ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞാൽ ഹാർഡ് ലൈൻ ഇമേജ് ഉള്ള ഒരു ലീഡറാണ്. ഇന്ത്യയുടെ നരേന്ദ്രമോദിയെ പോലെ പല വിഷയങ്ങളിലും ഒരുപാട് പാഷൻ ഉണർത്തുന്ന, ഒരുപാട് പാഷൻ അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യുന്ന ഡിസിഷൻസ് എടുക്കുന്ന ഒരു ലീഡറാണ് ഡൊണാൾഡ് ട്രംപ്. ഡൊണാൾഡ് ട്രംപിന് പാർട്ടിക്കകത്ത് അഡ്മിറേഴ്സും ഉണ്ട്, അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ട്. കാര്യം അത്രയും ഹാർഡ് ലൈൻ ആയിട്ടൊന്നും അല്ലാത്ത ആൾക്കാർ ഈ റിപ്പബ്ലിക്കൻ പാർട്ടി തന്നെ അദ്ദേഹത്തിന് ഓപ്പോസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഹീസ് ഗോയിങ് ടു ബിക്കം ദ നോമിനി ഓഫ് റിപ്പബ്ലിക്കൻ പാർട്ടി ഇൻ ദ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ. കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിനാണ് അവിടെ കൂടുതൽ പോപ്പുലാരിറ്റി ഉള്ളത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പം ഇവിടെ ഈ ഡൊണാൾഡ് ട്രംപിന്റെ പോളിസീസിനെ അത്ര സപ്പോർട്ട് ചെയ്യാതെ അദ്ദേഹത്തിന്റെ തന്നെ പാർട്ടി, റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഒരു കാൻഡിഡേറ്റ് ആണ്, ഒരാളാണ് മൈക്ക് ജോൺസൺ. അങ്ങേരാണ് അമേരിക്കയുടെ പിന്നീട് അമേരിക്കൻ പാർലമെന്റിന് കോൺഗ്രസ് എന്ന് അറിയപ്പെടുന്ന US കോൺഗ്രസ്. അതിൽ ഒരു ഹൗസാണ് ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ്. ഇവിടെ ലോക്സഭ, രാജ്യസഭ എന്ന് പറയുന്ന കണക്ക് ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ്. ഈ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ് സ്പീക്കർ മൈക്ക് ജോൺസൺ. ഈ മൈക്ക് ജോൺസൺ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ തന്നെ കാൻഡിഡേറ്റ് ആണ്, റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ തന്നെ ലീഡറാണ്. പക്ഷേ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ തന്നെ ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലേഡി മെമ്പർ ഇയാളെ പുറത്താക്കാൻ വേണ്ടി ഒരു
റെസൊല്യൂഷൻ കൊണ്ടുവന്നു. കൊണ്ടുവരുന്ന റെസൊല്യൂഷൻ കൊണ്ടുവരാൻ കാര്യം ഈ യുദ്ധത്തിന് യുക്രൈനൊക്കെ അമേരിക്ക ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എത്രയോ $61 ബില്യൺ കണ്ട് ഇപ്പോഴും യുക്രൈന് കൊടുക്കാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ രാജ്യത്തിനെ തകർക്കുന്ന രീതിയിലുള്ള തീരുമാനം എടുത്ത് യുക്രൈനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ആരോപണത്തിന്റെ ഒക്കെ പേരിലും അതിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സ്പീക്കർ പെരുമാറുന്നുള്ള പേരിലൊക്കെയാണ് ഇയാളെ പുറത്താക്കാൻ വേണ്ടിയിട്ട് അവരവിടെ റെസൊല്യൂഷൻ കൊണ്ടുവന്നപ്പം ഡെമോക്രാറ്റിക് പാർട്ടിക്കാർ ഇയാളെ സപ്പോർട്ട് ചെയ്ത് അയാളെ രക്ഷപ്പെടുത്തി. അതിന് അസാധാരണമായിട്ടുള്ള കാര്യമല്ലേ, കാര്യം റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരനാണ് സ്പീക്കർ. അപ്പോൾ അയാളെ പുറത്താക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് റൂളിംഗ് പാർട്ടിയോ ഡെമോക്രാറ്റിക് പാർട്ടിക്ക്. പക്ഷെ അവർ ചെയ്യാതെ അയാളെ സപ്പോർട്ട് ചെയ്തു. അപ്പം അതിനെക്കുറിച്ചുള്ള എഡിറ്റോറിയൽ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് പറഞ്ഞതാണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പേജ് വേണ്ട, അതിനടുത്ത പേജ് ഇപ്പം റിസർവേഷൻ വിത്തിൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ബൗണ്ട്സ് എന്നുള്ളൊരു ആർട്ടിക്കിളുണ്ട്. ഇതിപ്പോ ഇത് ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ വരാൻ കാരണമുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം റിസർവേഷൻ 50% ആകാവുള്ളൂ, 50%. കോൺഗ്രസും അതിന്റെ സഖ്യകക്ഷികളും കൂടെ, അതായത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ 50% റിസർവേഷൻ ലിമിറ്റ് എന്ന് പറയുന്ന സംഭവം ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് വഴി മാറ്റി റിസർവേഷന്റെ പരിധി കൂട്ടുമെന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ അത് 70% ആയിട്ട് കൂട്ടും എന്നാണ് പറഞ്ഞത്. അവർ കൊടുത്തേക്കുന്ന വാഗ്ദാനം സ്വാഭാവികമായിട്ട് SC, ST, OBC കമ്മ്യൂണിറ്റികളുടെ വോട്ട് കിട്ടാൻ പറ്റുള്ള ഒരു വാഗ്ദാനമാണ്. പക്ഷെ അവർ അധികാരത്തിൽ വന്നാൽ ചെയ്തേ പറ്റുള്ളൂ. 50% റിസർവേഷൻ എന്ന സംഭവം മാറ്റും എന്ന് പറഞ്ഞേക്കും. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിളാണ്. പക്ഷെ ഇങ്ങനെ റിസർവേഷൻ മാറ്റുന്നതിനപ്പുറം വേറെ കുറെ കാര്യങ്ങളുണ്ട്, അതും ഇത് പറയുന്നുണ്ട്. അതായത് ഈ റിസർവേഷന്റെ പരിധി കൂട്ടുക എന്നുള്ളത് മാത്രമല്ല ഇതിന്റെ സൊല്യൂഷൻ. ഈ OBC കമ്മ്യൂണിറ്റി, ഇപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞതാണ്, കേരള സ്റ്റേറ്റ് എടുത്താൽ തന്നെ ഈ നമ്മുടെ OBC കിട്ടുന്ന റിസർവേഷൻ ഉണ്ടല്ലോ, അതിപ്പോ 100 സീറ്റ് ആണെങ്കിൽ ആ 100 സീറ്റും കൊണ്ടുപോകുന്നത് OBC കമ്മ്യൂണിറ്റിയിലെ ഏതാണ്ട് 25% ആൾക്കാരാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായി. അതായത് OBC കമ്മ്യൂണിറ്റിയിലെ ഏതാണ്ട് 25% ആൾക്കാരാണ് OBCക്കുള്ള റിസർവേഷൻ മൊത്തം കൊണ്ടുപോകുന്നത്. ഇതുപോലെ SC, ST കമ്മ്യൂണിറ്റിയിലെ ഏതാണ്ട് ഒരു 10-25% ആൾക്കാരാണ് SC, ST കമ്മ്യൂണിറ്റിയിലെ റിസർവേഷൻ മൊത്തം കൊണ്ടുപോകുന്നത്. അതിന്റെ കാര്യം എന്താണ്, ഈ OBCക്കകത്ത് കുറച്ച് വെല്ലായിട്ടുള്ള ആൾക്കാരുണ്ട്, വെൽ ഓഫ് ആയിട്ടുള്ള. ഇപ്പം കേരളം എടുക്കുകയാണെങ്കിൽ ഈഴവാസ്, മുസ്ലിംസ് ഒക്കെ പോലുള്ള ആൾക്കാർ. ഇപ്പൊ SC കമ്മ്യൂണിറ്റി എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ പുലയ കമ്മ്യൂണിറ്റി അത്യാവശ്യം അഡ്വാൻസ്ഡ് ആണ്. അപ്പൊ SCയിലെ മറ്റു കമ്മ്യൂണിറ്റിക്ക് എന്റെ ബെനിഫിറ്റ് കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് ഈ റിസർവേഷൻ്റെ അകത്ത് സബ് കാറ്റഗറൈസേഷൻ കൊണ്ടുവരണം ഒരു ആവശ്യമുണ്ട്. അതായത് ഇപ്പം സപ്പോസ് 27% ആണല്ലോ OBCയുടെ റിസർവേഷൻ. ഈ 27%-ൽ ഈഴവാസിന് ഇത്ര, മുസ്ലിംസിന് ഇത്ര, ബാക്കി ഓരോ കമ്മ്യൂണിറ്റിക്ക് ഇത്ര, അങ്ങനെ ഒരു സബ് കാറ്റഗറൈസേഷൻ ഇപ്പൊ ഇല്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നം. അപ്പൊ ഈ സബ് കാറ്റഗറൈസേഷൻ കൊണ്ടുവരുന്ന ഒരു ആവശ്യമൊക്കെ ഉണ്ട്. അപ്പൊ അത് സത്യത്തെ ആവശ്യമുള്ള കേസുമാണ്. എന്നാലേ റിസർവേഷന്റെ ഫ്രൂട്ട്സ് എല്ലാവർക്കും കിട്ടുള്ളൂ, ആ കമ്മ്യൂണിറ്റിക്കകത്തുള്ള. ഈ ഒറ്റ കമ്മ്യൂണിറ്റി അല്ലല്ലോ OBC എന്ന് പറയുന്നത്, അല്ലെങ്കിൽ SC എന്ന് പറയുന്നത്, ST എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും അതിന്റെ ബെനിഫിറ്റ് കിട്ടണ്ടേ. അതിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജനവിഭാഗങ്ങളുണ്ട്, അവർക്ക് മാത്രം കിട്ടിയാൽ പോരല്ലോ. അതൊക്കെയാണ് ഈ പറയുന്നത്. ഓക്കെ, ഈ ആർട്ടിക്കിൾ. Why did Interpol issue a blue corner notice against Prajwal? Interpol എന്താണെന്ന് അറിയാലോ, ഇന്റർനാഷണൽ പോലീസ് ഓർഗനൈസേഷൻ. ഇന്റർപോൾ എന്താണ്? ഇന്റർനാഷണൽ പോലീസ് ഓർഗനൈസേഷൻ. ഫ്രാൻസിലെ ലിയോൺ ആണ് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഫ്രാൻസിലെ ലിയോൺ ആണ് ഇന്റർപോളിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഇന്റർപോളിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഫ്രാൻസിലെ ലിയോൺ. അറിഞ്ഞിരിക്കുക. പിന്നെ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോ നെക്സ്റ്റ് പേജിൽ ഒന്നും പറയാനല്ല, അതിനടുത്ത പേജിലും ഒന്നും പറയാനല്ല, ഫുൾ പൊളിറ്റിക്സ് ആണ്. അതിനടുത്ത പേജിൽ പോകുമ്പോ അവിടെ അതുപോലെയൊക്കെ തന്നെ ഒന്നും പറയാറുണ്ട്. ഇവിടെ ഒരു കാര്യം, മെനി യൂത്ത് ഇൻ ബീഹാർ സ്റ്റിൽ പിക്കിംഗ് അപ്പ് ദ പീസസ് ആഫ്റ്റർ ആന്റി അഗ്നിപത് പ്രൊട്ടസ്റ്റ് എന്നൊരു ന്യൂസ് കാണാം. അഗ്നിപത് സ്കീം 2022-ലാണെന്ന് തോന്നുന്നത്. 2022-ലോ 2021-ലോ കണ്ടാണ് ഇന്ത്യയിൽ നിലവിൽ വരുന്നത്. ഇയർ നിങ്ങൾ നോക്കിക്കോ. അഗ്നിപത് സ്കീം എന്ന് പറഞ്ഞത് എന്താണ്? ഇന്ത്യയിൽ 17 വയസ്സ് തൊട്ട് 23 വയസ്സ് വരെയുള്ള യൂത്തിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പട്ടാളത്തിലേക്ക്, ഇന്ത്യയിലെ ട്രൈ സർവീസസ്, എയർഫോഴ്സ്, നേവി, ഇന്ത്യൻ ആർമി, ഈ മൂന്നിലേക്കും കയറാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ യൂത്തിന് താല്പര്യമുള്ളവർക്ക് കയറാം. നോൺ ഓഫീസർ റാങ്ക്സിലാണ്, ഓഫീസർ റാങ്കിലല്ല, ഓഫീസർ അല്ലാത്ത റാങ്കുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ് അഗ്നിപത് സ്കീം. ഈ അഗ്നിപത് സ്കീമിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏജ് ഷുഡ് ബി ബിറ്റ്വീൻ 17 and 23. അതറിഞ്ഞിരിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ അഗ്നിപത് സ്കീം എന്ന് പറയുന്നത് സെലക്ട് ചെയ്യപ്പെടുന്ന ആൾക്കാർ അഗ്നിവീർ എന്ന് അറിയപ്പെടും. അഗ്നിപത് സ്കീം വഴി സെലക്ട് ചെയ്യപ്പെടുന്ന യൂത്തിന് പട്ടാളത്തിലേക്ക് കയറി കഴിയുമ്പോൾ എന്ത് അറിയപ്പെടും? അഗ്നിവീർ. ഇനി മൂന്നാമത്തെ ഇതിൽ നിങ്ങൾ അറിയേണ്ടത്, ഈ പറഞ്ഞ ആൾക്കാർക്ക് 4 വർഷം 4 year സർവീസേ കൊടുക്കുകയുള്ളൂ.
പെർമനന്റ് കമ്മീഷൻ കിട്ടുന്നത് ഈ 4 ഇയർ സർവീസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 25% ആൾക്കാർക്ക് മാത്രമായിരിക്കും. 4 ഇയർ സർവീസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 25% ആൾക്കാർക്ക് മാത്രമായിരിക്കും പെർമനന്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് കിട്ടുന്നത്. ബാക്കി 75% പിരിഞ്ഞു പോകേണ്ടി വരും. ഏതാണ്ട് 12 ലക്ഷം രൂപ, 12 lakhs കംപ്ലീറ്റ്ലി കിട്ടത്തില്ല. ഏതാണ്ട് ഒരു 11.75 lakhs റുപ്പീസ് കംപ്ലീറ്റ് ചെയ്യുന്ന 21 ഇപ്പൊ 17 വയസ്സ് കയറുന്ന ഒരാളാണെങ്കിൽ 21 വയസ്സ് ഇറങ്ങണം. അപ്പൊ അവർക്ക് അത്രയും പൈസ കിട്ടും. അത് കഴിഞ്ഞിട്ട് മറ്റ് സർക്കാർ ഉദ്യോഗങ്ങളിൽ ചിലതിലൊക്കെ റിസർവേഷനൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെ വിമർശനം, ഇതിൽ പെൻഷൻ ഇല്ല, അതുപോലെ തന്നെ ഇവർക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം വേറെ ജോലി കിട്ടുന്ന ഉറപ്പില്ല, അങ്ങനെ കുറെ കാര്യങ്ങളാണ്. അപ്പൊ അതിന്റെ ഒരു ക്രിറ്റിസിസം ഒരുപാടുണ്ട്. അതാണ് അഗ്നിപത് സ്കീം, അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ബിസിനസ് പേജാണ്. ബിസിനസ് പേജിൽ SBIയുടെ പ്രോഫിറ്റിനെ കുറിച്ച്, SBI ദ ബിഗ്ഗസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യ ഈസ് SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അവരുടെ പ്രോഫിറ്റ് കഴിഞ്ഞ 3 മാസത്തെ പ്രോഫിറ്റ് 20,698 കോടി രൂപയായിരുന്നു. ഇത് ഞാൻ പറയാൻ ഒരു കാര്യമുണ്ട്. 20,698 കോടി രൂപയാണ് SBIയുടെ കഴിഞ്ഞ 3 മാസത്തെ പ്രോഫിറ്റ്. കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് 60,000 കോടി രൂപയാണ്. അങ്ങനെ SBI എന്ത് ആയെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മോസ്റ്റ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഓർഗനൈസേഷനായി. ഇത്രയും കാലത്ത് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആയിരുന്നു. മുകേഷ് അംബാനിയുടെ റിലയൻസ് ആയിരുന്നു ഇത്രയും കാലം ഇന്ത്യയുടെ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഓർഗനൈസേഷൻ. SBI കഴിഞ്ഞ ക്വാർട്ടറിൽ 20,000 കോടി പ്രോഫിറ്റ് ക്രോസ് ചെയ്തതോടുകൂടി, അതായത് ഈ വർഷം ഇതേ രീതി പോയാണെങ്കിൽ അവർ 80,000 കോടി പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ഒരു വർഷത്തെ പ്രോഫിറ്റ് ആണ്. കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് 60,000 കോടിയായിരുന്നു SBIയുടെ, ഇന്ത്യസ് ലാർജസ്റ്റ് ബാങ്ക്. പിന്നെ ഇവിടെ മറ്റു കാര്യങ്ങളൊന്നും ആ പേജിൽ പറയാനില്ല. അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോൾ ഓൺ വിക്ടറി ഡേ പുടിൻ സേസ് ന്യൂക്ലിയർ ഫോഴ്സസ് ഓൺ അലർട്ട്. വിക്ടറി ഡേ എന്ന് റഷ്യ പറയുന്നത് ഏത് ദിവസം ആണെന്ന് അറിഞ്ഞിരിക്കുക. May 9 ആണ് വിക്ടറി ഡേ, റഷ്യയുടെ വിക്ടറി ഡേ. ഏതെന്താണെന്ന് ചോദിച്ചാൽ സെക്കൻഡ് വേൾഡ് വാറിൽ നാസി ജർമ്മനിയെ സോവിയറ്റ് യൂണിയൻ തോപ്പിച്ചു. ആ ദിവസമാണ് May 9 വിക്ടറി ഡേ. റഷ്യക്കാരുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഡേ എന്ന് പറയുന്നത് വിക്ടറി ഡേ ആണ്, അറിഞ്ഞിരിക്കുക. ഓക്കെ, പിന്നെ ചൈനയുടെ പ്രസിഡന്റ് സി ജിൻപിങ് ഹംഗറി വിസിറ്റ് ചെയ്തതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ഹംഗറി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂറോപ്യൻ കൺട്രിയാണ്. ഹംഗറിയുടെ ക്യാപിറ്റൽ ബുഡാപെസ്റ്റ് ആണ്. ഒരു പക്ഷേ യൂറോപ്പിലെ ചൈനയുടെ ഏറ്റവും വലിയ ഫ്രണ്ട് ഹംഗറി ആയിരിക്കും. ഹംഗറിയുടെ പ്രൈം മിനിസ്റ്ററിന് ചൈനീസ് പ്രസിഡന്റിനോട് വളരെ അടുത്ത ബന്ധമാണ്. ഹംഗറിയുടെ പ്രൈം മിനിസ്റ്ററിന്റെ പേര് വിക്ടർ ഓർബൻ എന്നാണ്. വിക്ടർ ഓർബൻ, വിക്ടർ VIKTOR ആയിരിക്കും സ്പെല്ലിംഗ്, നോക്കിക്കൊള്ളണം. വിക്ടർ ഓർബൻ, ORBAN. പിന്നെ റാഫ ഇസ്രായേൽ അറ്റാക്ക് ആണെങ്കിൽ US അവർക്ക് ആയുധങ്ങൾ കൊടുക്കൂല എന്ന് പറഞ്ഞേക്കാണ്. റാഫ ഇസ്രായേൽ അറ്റാക്ക് ആണെങ്കിൽ US ആയുധങ്ങൾ സപ്ലൈ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഇവിടെ പറയാനുള്ളത്, ചൈനയുടെ 3ാമത്തെ എയർക്രാഫ്റ്റ് കാരിയർ ഷിപ്പിന്റെ പേരാണ് ഫ്യൂജിയാൻ എന്നാണ്. ചൈനയുടെ 3ാമത്തെ എയർക്രാഫ്റ്റ് കാരിയർ ഷിപ്പ്. അപ്പൊ ചൈനയ്ക്ക് ഇപ്പൊ 3 എയർക്രാഫ്റ്റ് കാരിയർ ഷിപ്പുകളുണ്ട്. ഇന്ത്യക്ക് 2 ഉള്ളൂ. ഇന്ത്യയുടെ 2 പേര് നിങ്ങൾക്ക് അറിയാം, എന്നാലും ഒന്നുകൂടെ പറയാം. INS വിക്രാന്ത്, പിന്നെ INS വിക്രമാദിത്യ. ഇത് 2ആണ് ഇന്ത്യയുടേത്. ഇന്ത്യ 3ാമതൊരെണ്ണം ഉണ്ടാക്കാനുള്ള അപ്രൂവൽ ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട്. അത് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ തന്നെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. INS വിക്രാന്ത് ഇന്ത്യൻ ഇവിടെയാണ് ഉണ്ടാക്കിയത്. എവിടെയാണ്? കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ് ഉണ്ടാക്കിയത്. അടുത്തത് മിക്കവാറും കൊച്ചിൻ ഷിപ്പ്യാർഡ് തന്നെ ആയിരിക്കും ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ നമുക്ക് 3 ആവും. പക്ഷെ അപ്പോഴും 3 ആവില്ല. അപ്പോഴത്തേക്ക് INS വിക്രമാദിത്യയുടെ പീരീഡ് കഴിയും. അപ്പോൾ 2 ആയി മാറും വീണ്ടും. ചൈന 3 ഉണ്ടാക്കി, 4ാമത്തെ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. ഫ്യൂജിയാൻ എന്നാണ് പേര് ചൈനയുടെ 3ാമത്തെ എയർക്രാഫ്റ്റ് കാരിയർ ഷിപ്പിന്റെ. പിന്നെ സ്പോർട്സ് പേജിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നീരജ് ചോപ്രയുടെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. ദോഹ ഡയമണ്ട് ലീഗിൽ പുള്ളിക്ക് സിൽവർ ആണ് കിട്ടിയത്. പിന്നീട് ഒരു കാര്യം പറഞ്ഞോട്ടെ, ബജ്റംഗ് പൂനിയെ UWW ഡിസംബർ വരെ ബാൻ ചെയ്തു. UWW എന്ന് പറഞ്ഞാല് റസലിംഗിന്റെ വേൾഡ് ബോഡിയാണ്. യുണൈറ്റഡ് വേൾഡ് റസലിംഗ് ആണ് UWW. അവരാണ് റസലിംഗിന്റെ വേൾഡ് ബോഡി. അവർ ബജ്റംഗ് പൂനിയെ ബാൻ ചെയ്തു. പുള്ളി ഉത്തേജക മരുന്നുകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള ടെസ്റ്റ് ഡോപ്പിംഗ് ടെസ്റ്റ് ആണ്. അതിനു വേണ്ടിയിട്ടുള്ള സാമ്പിൾ കൊടുക്കാൻ വിസമ്മതിച്ചു. അതിന്റെ പേരിലാണ് ബാൻ ചെയ്തത്, ഡോപ്പിംഗ് ടെസ്റ്റിനുള്ള സാമ്പിൾ കൊടുക്കാൻ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെയും ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോ കാണുക, എന്നിട്ട് നോട്ട്സ് എഴുതുക. താങ്ക് യു.